അർജന്റീന ടീമിന്റെ കൊച്ചിയിലെ സൗഹൃദ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചിയിലെത്തി. കായിക മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മത്സരം നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലും ഹെക്ടർ പരിശോധന നടത്തും. എല്ലാ സൗകര്യങ്ങളും സ്റ്റേഡിയത്തിന്റെ സുരക്ഷയും പരിശോധിച്ച് ഉറപ്പാക്കുമെന്ന് ഹെക്ടർ സെട്ട് പറഞ്ഞു. For welcoming us. We are very happy to be here, and I'm just a representative from our football federation that needs to understand the structure that you kindly providing, and I'm going to see the airport, hotels, the stadium, just to prepare everything for our arrival in November. Thank you so much, and again, you are really, really kind to me. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ, അർജന്റീനൻ ടീമിന്റെ കേരളത്തിലെ പര്യടനത്തിന്റെ ഭാഗമായി ആ ടീമിന്റെ ടീം മാനേജർ കൊച്ചിയിലെത്തി കായിക മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം സ്റ്റേഡിയവും നേരിൽ കാണുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ നിഷ. ടീമിന്റെ കൊച്ചിയിലെ സൗഹൃദ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചിയിലെത്തിയത്. 2 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിലെത്തിയ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും അടക്കം വിലയിരുത്തുന്നതിനായി പോകും. ഈ സൗഹൃദ മത്സരം, അതായത് അർജന്റീനിയൻ ടീമിന് കേരളത്തിൽ എത്തുന്നതിന് വേണ്ട സുരക്ഷ എവിടെയുണ്ടോ, സൗകര്യമുണ്ടോ, അക്കാര്യങ്ങളൊക്കെ സംഘാടകർ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നതിന് വേണ്ടിയാണ് ടീം മാനേജർ കൊച്ചിയിലെത്തിയത്. വിമാനത്താവളത്തിലടക്കം അദ്ദേഹം സൗകര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കായിക മന്ത്രിയുമായും ഒപ്പം സ്പോൺസർമാരുമായൊക്കെ കൂടിക്കാഴ്ചയുണ്ട്. കായിക മന്ത്രി മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. കായിക മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുപക്ഷെ മത്സരം നടന്നേക്കാം. മത്സരത്തിന്റെ വേദിയോ ഒപ്പം തന്നെ മെസ്സി കേരളത്തിൽ എത്തുമോ, കാര്യങ്ങളൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. നവംബറിൽ വരുമെന്ന് സംഘാടകർ പറയുന്നുണ്ട്, സർക്കാരും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഡിസംബറിൽ ഇന്ത്യയിലേക്ക് മെസ്സി വരുന്നുണ്ട്, മുംബൈയിലടക്കം വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ, ഡിസംബറിൽ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും നവംബറിൽ കൂടി കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഇനിയൊരു സ്ഥിരീകരണം വേണ്ടത്. എന്തായാലും നവംബറിൽ വരുമെന്ന് സർക്കാരും സംഘാടകരും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാണ് മെസ്സി വരുന്നതെന്നോ എവിടെ വെച്ചാണ് ഈ മത്സരം നടക്കുന്നതെന്നോ ഉള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും തിരുവനന്തപുരത്ത് മത്സരം നടക്കുമെന്ന്, സൗഹൃദ മത്സരം നടക്കുമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിന്റെ സൗകര്യവും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം വിലയിരുത്തുന്നതിനായാണ് അർജന്റീനൻ ടീം മാനേജർ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ കായിക മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും, ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തും, ചർച്ചകളുണ്ടാകും. അതിനുശേഷം ആയിരിക്കും മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത്. വിനോദ്. തീർച്ചയായും അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളം സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ടീം മാനേജർ കൊച്ചിയിലെത്തിയിരിക്കുന്നു. കായിക മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നീട് സ്റ്റേഡിയവും അദ്ദേഹം സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് പങ്കുവെക്കുന്നത്.